ആധുനിക ഇന്റർനെറ്റ് ലോകത്ത് മറ്റേതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നിലകൊള്ളുന്ന ഒരു വെബ്സൈറ്റാണ് റെഡിറ്റ്. ഒരു വാഷിംഗ് മെഷീൻ നന്നാക്കുന്നതിനുള്ള വഴികൾ മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചർച്ചകൾ വരെ എന്തിനും ഏതിനും ഉത്തരം നൽകുന്ന ഒരു ഡിജിറ്റൽ ലോകമാണിത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വ്യക്തികൾക്കും ഫോളോവേഴ്സിനും പ്രാധാന്യം നൽകുമ്പോൾ റെഡിറ്റ് ആശയങ്ങൾക്കും കമ്മ്യൂണിറ്റികൾക്കുമാണ് മുൻഗണന നൽകുന്നത്. കോടിക്കണക്കിന് ആളുകൾ തങ്ങളുടെ അനുഭവങ്ങളും അറിവുകളും പങ്കുവയ്ക്കുന്ന ദി ഫ്രണ്ട് പേജ് ഓഫ് ദി ഇന്റർനെറ്റായി റെഡിറ്റ് എങ്ങനെ മാറി എന്നതിന്റെ പൂർണ്ണമായ ചരിത്രം നമുക്ക് പരിശോധിക്കാം. 2005-ൽ ഇന്റർനെറ്റ് ഇന്നത്തെ പോലെ വികസിച്ചിരുന്നില്ല. അക്കാലത്ത് ഫോറങ്ങളും ബ്ലോഗുകളും മാത്രമായിരുന്നു ആളുകൾക്ക് സംവദിക്കാനുണ്ടായിരുന്നത്. ആ സമയത്താണ് അമേരിക്കയിലെ വെർജീനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളായ സ്റ്റീവ് ഹഫ്മാൻ, അലക്സിസ് ഒഹാനിയൻ എന്നീ രണ്ട് ചെറുപ്പക്കാർ ഒരു പുതിയ ആശയവുമായി മുന്നോട്ട് വരുന്നത്. തുടക്കത്തിൽ മൊബൈൽ ഫോൺ വഴി ഭക്ഷണം ഓർഡർ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കാനായിരുന്നു അവരുടെ പദ്ധതി. ഈ ആശയവുമായി അവർ അമേരിക്കയിലെ പ്രശസ്തമായ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററായ വൈ കോമ്പിനേറ്ററിനെ സമീപിച്ചു. എന്നാൽ പ്രശസ്ത നിക്ഷേപകനായ പോൾ ഗ്രഹാം ഈ ആശയം നിരസിച്ചു. എന്നിരുന്നാലും ആ യുവാക്കളുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്ന അദ്ദേഹം ഇന്റർനെറ്റിന് ആവശ്യമായ മറ്റൊരു വിശാലമായ ആശയം കണ്ടെത്താൻ അവരോട് നിർദ്ദേശിച്ചു. അങ്ങനെയാണ് വെബിലെ മികച്ച വാർത്തകളും ലിങ്കുകളും ഒരൊറ്റ പേജിൽ ലഭ്യമാക്കുന്ന ഒരു സംവിധാനം അവർ ചിന്തിക്കുന്നത്. 2005 ജൂൺ 22-ന് അവർ തങ്ങളുടെ പുതിയ വെബ്സൈറ്റ് പുറത്തിറക്കി. ഐ റെഡിറ്റ് എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിൽ നിന്നാണ് റെഡിറ്റ് എന്ന പേര് അവർ കണ്ടെത്തിയത്. അതോടൊപ്പം സ്നൂ എന്ന പേരിലുള്ള ഒരു ചെറിയ ഏലിയൻ ലോഗോയും അലക്സിസ് ഒഹാനിയൻ വരച്ചുണ്ടാക്കി. അതിന്നും റെഡിറ്റിന്റെ മുഖമുദ്രയായി തുടരുന്നു. തികച്ചും ലളിതമായ ഒരു ആശയമായിരുന്നു റെഡിറ്റിന്റേത്. ഉപയോക്താക്കൾക്ക് തങ്ങൾക്ക് താല്പര്യമുള്ള വാർത്തകളുടെയോ ലേഖനങ്ങളുടെയോ ലിങ്കുകൾ പോസ്റ്റ് ചെയ്യാം. മറ്റു ഉപഭോക്താക്കൾക്ക് അതിന് വോട്ട് ചെയ്യാം. കൂടുതൽ വോട്ട് ലഭിക്കുന്ന പോസ്റ്റുകൾ വെബ്സൈറ്റിന്റെ മുകളിൽ വരും. എന്നാൽ വെബ്സൈറ്റ് തുടങ്ങിയ സമയത്ത് ഇതിൽ സന്ദർശകർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ഒഴിഞ്ഞ മുറി പോലെ വെബ്സൈറ്റ് കിടക്കുന്നത് ഒഴിവാക്കാൻ ഹഫ്മാനും ഒഹാനിയനും ചേർന്ന് നിരവധി വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി. ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് അവർ തന്നെ ലിങ്കുകൾ പോസ്റ്റ് ചെയ്യുകയും അതിന് വോട്ട് ചെയ്യുകയും ചെയ്തു. വെബ്സൈറ്റിൽ ആളുകൾ സജീവമാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ഇത്. ഈ തന്ത്രം വിജയിച്ചു. താമസിയാതെ യഥാർത്ഥ ഉപയോക്താക്കൾ റെഡിറ്റിലേക്ക് വരാൻ തുടങ്ങി. വളർച്ച സ്വയമേവ സംഭവിക്കുകയും ചെയ്തു. തുടക്കത്തിൽ റെഡിറ്റ് വളരെ വേഗത്തിൽ വളർന്നു. 2006 ഓഗസ്റ്റ് ആയപ്പോഴേക്കും പ്രതിദിന സന്ദർശകരുടെ എണ്ണം 5 ലക്ഷം കടന്നു. ഇതോടെ അമേരിക്കയിലെ പ്രമുഖ മാധ്യമ കമ്പനിയായ വയേർഡ്, വോഗ് തുടങ്ങിയ മാസികകളുടെ പ്രസാധകരായ കോണ്ടേ നാസ്റ്റ് റെഡിറ്റിനെ ഏകദേശം $10 ദശലക്ഷം വിലയ്ക്ക് വാങ്ങി. ഹഫ്മാനും ഒഹാനിയനും കമ്പനിയിൽ തന്നെ തുടരുകയും ഓഫീസ് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് മാറ്റുകയും ചെയ്തു. 2008 വരെ റെഡിറ്റിലെ എല്ലാ വിഷയങ്ങളും ഒരൊറ്റ ഹോം പേജിലാണ് വന്നിരുന്നത്. ഉപയോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചതോടെ സാങ്കേതിക വിദ്യ, രാഷ്ട്രീയം, വിനോദം, തമാശകൾ എന്നിവയെല്ലാം ഒരുമിച്ചൊരു പേജിൽ കാണുന്നത് വലിയ ബുദ്ധിമുട്ടായി മാറി. ഇതിന് പരിഹാരമായാണ് 2008-ൽ സബ് റെഡിറ്റ്സ് എന്ന ആശയം റെഡിറ്റ് അവതരിപ്പിച്ചത്. ഓരോ പ്രത്യേക വിഷയത്തിനും ഓരോ സ്വതന്ത്ര ഗ്രൂപ്പുകൾ നിർമ്മിക്കാൻ ഉപയോക്താക്കൾക്ക് തന്നെ അധികാരം നൽകി. ഇന്ന് ലക്ഷക്കണക്കിന് സബ് റെഡിറ്റുകളിലായി റെഡിറ്റ് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പ്ലാറ്റ്ഫോമിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു. മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് റെഡിറ്റിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഘടനയാണ്. ഇവിടെ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ യഥാർത്ഥ പേരോ വിവരങ്ങളോ വെളിപ്പെടുത്തേണ്ടതില്ല. ആളുകൾക്ക് അവരുടേതായ ഒരു കള്ളപ്പേരിൽ അക്കൗണ്ട് തുടങ്ങാം. ഇത് ആളുകളെ കൂടുതൽ തുറന്ന് സംസാരിക്കാൻ സഹായിക്കുന്നു. വോട്ടിംഗ് സിസ്റ്റമാണ് റെഡിറ്റിന്റെ നട്ടെല്ല്. മികച്ച പോസ്റ്റുകൾക്ക് ആളുകൾ അപ്വോട്ട് ചെയ്യുകയും മോശം പോസ്റ്റുകൾക്ക് ഡൗൺവോട്ട് നൽകുകയും ചെയ്യുന്നു. ഇതിലൂടെ കമ്മ്യൂണിറ്റിക്ക് പ്രയോജനകരമായ വിവരങ്ങൾ എളുപ്പത്തിൽ മുകളിലെത്തും. അൽഗോരിതങ്ങളെക്കാൾ ഉപയോക്താക്കളുടെ തീരുമാനങ്ങൾക്കാണ് ഇവിടെ വില. ഒരു ഉപയോക്താവ് പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾക്കും കമന്റുകൾക്കും ലഭിക്കുന്ന വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിക്കുന്ന പോയിന്റാണ് കർമ്മ. കൂടുതൽ കർമ്മ പോയിന്റുകൾ ഉള്ളവർ റെഡിറ്റിൽ കൂടുതൽ വിശ്വസനീയരായ ഉപയോക്താക്കളായി കണക്കാക്കപ്പെടുന്നു. സ്പാം മെസ്സേജുകൾ തടയാൻ പല സബ് റെഡിറ്റുകളും ഒരു നിശ്ചിത കർമ്മ പോയിന്റ് ഉള്ളവരെ മാത്രമേ പോസ്റ്റ് ചെയ്യാൻ അനുവദിക്കാറുള്ളൂ. ലക്ഷക്കണക്കിന് കമ്മ്യൂണിറ്റികളുള്ള റെഡിറ്റിനെ നിയന്ത്രിക്കുന്നത് കമ്പനിയിലെ ജീവനക്കാരല്ല, മറിച്ച് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന വോളണ്ടിയർ മോഡറേറ്റർമാരാണ്. ഓരോ സബ് റെഡിറ്റും ഉണ്ടാക്കുന്ന വ്യക്തിക്ക് അതിലെ നിയമങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. മോശം പോസ്റ്റുകൾ നീക്കം ചെയ്യാനും നിയമങ്ങൾ ലംഘിക്കുന്നവരെ പുറത്താക്കാനും ഇവർക്ക് കഴിയും. ഇത്രയും വലിയ ഒരു വെബ്സൈറ്റ് യാതൊരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിക്കുന്നത് തങ്ങളുടെ കമ്മ്യൂണിറ്റിയോട് ആത്മാർത്ഥതയുള്ള ഈ മോഡറേറ്റർമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. കോണ്ടേ നാസ്റ്റിന്റെ കീഴിൽ റെഡിറ്റ് വളർന്നുവെങ്കിലും അതൊരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു. വികസനത്തിനായുള്ള സാമ്പത്തിക പിന്തുണ അവർക്ക് ലഭിച്ചില്ല. ഇത് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാവുകയും 2009-ൽ സ്റ്റീവ് ഹഫ്മാനും അലക്സിസ് ഒഹാനിയനും കമ്പനി വിട്ടു പോവുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് കേവലം 1-2 ജീവനക്കാരെ വെച്ചാണ് ആ സമയങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്.
2011 കോണ്ടേ നാസ്റ്റ് റെഡിറ്റിനെ ഒരു സ്വതന്ത്ര കമ്പനിയായി മാറ്റി. ഇത് റെഡിറ്റിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി. 2012 റെഡിറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളിൽ ഒന്നായിരുന്നു. അമേരിക്കൻ സർക്കാർ ഇന്റർനെറ്റ് സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാകുന്ന SOPA, PIPA എന്നീ 2 നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ റെഡിറ്റ് അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. വിക്കിപീഡിയ പോലെയുള്ള മറ്റു പ്ലാറ്റ്ഫോമുകൾക്കൊപ്പം റെഡിറ്റ് 12 മണിക്കൂർ നേരം വെബ്സൈറ്റ് ക്ലോസ് ചെയ്ത് ഉപയോക്താക്കളോട് തങ്ങളുടെ ജനപ്രതിനിധികളെ വിളിച്ച് പ്രതിഷേധിക്കാൻ ആവശ്യപ്പെട്ടു. ഈ പ്രതിഷേധം വിജയിക്കുകയും സർക്കാർ ആ ബില്ലുകൾ പിൻവലിക്കുകയും ചെയ്തു. റെഡിറ്റ് കേവലം ഒരു വെബ്സൈറ്റ് മാത്രമല്ല, ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു ശക്തിയാണെന്ന് ലോകം തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. അതേ വർഷം തന്നെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ റെഡിറ്റിൽ സന്ദർശകരുമായി സംവദിക്കാനെത്തി. ആസ്ക് മീ എനിത്തിങ് എന്നായിരുന്നു അതിന്റെ പേര്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം വെബ്സൈറ്റിൽ കയറിയത് കാരണം റെഡിറ്റിന്റെ സെർവറുകൾ പണിമുടക്കുന്ന അവസ്ഥ വരെയുണ്ടായി. ഇത് റെഡിറ്റിനെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കി. ഉപയോക്താക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ 2015 ആയപ്പോഴേക്കും റെഡിറ്റിൽ പ്രതിസന്ധികൾ ആരംഭിച്ചു. മോഡറേഷൻ സംവിധാനങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു. വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന സബ് റെഡിറ്റുകൾ വ്യാപകമായി. ഉപയോക്താക്കൾ മാനേജ്മെന്റിനെതിരെ തിരിഞ്ഞു. കമ്പനിയുടെ വരുമാനവും കാര്യമായി ഉണ്ടായിരുന്നില്ല. ഈ തകർച്ചയുടെ വക്കിൽ നിന്ന് കമ്പനിയെ രക്ഷിക്കാൻ 2015 സ്ഥാപകനായ സ്റ്റീവ് ഹഫ്മാൻ CEO ആയി വീണ്ടും മടങ്ങിയെത്തി. അദ്ദേഹം കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നു. നിയമങ്ങൾ ലംഘിക്കുന്ന നിരവധി സബ് റെഡിറ്റുകൾ നിരോധിച്ചു. പരസ്യദാതാക്കൾക്ക് വിശ്വസിച്ച് പണം നിക്ഷേപിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ ഒരു ഇടമായി റെഡിറ്റിനെ മാറ്റിയെടുത്തു. 2015 കേവലം $12 ദശലക്ഷം മാത്രമുണ്ടായിരുന്ന റെഡിറ്റിന്റെ വരുമാനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2024 ആയപ്പോഴേക്കും $2 ബില്യൺ മുകളിലേക്ക് വളർന്നു. റെഡിറ്റിലെ കമ്മ്യൂണിറ്റികളുടെ ശക്തി ലോകം കണ്ട മറ്റൊരു സംഭവം വാൾ സ്ട്രീറ്റ് ബെറ്റ്സ് എന്ന സബ് റെഡിറ്റിലൂടെയാണ്. 2021 ഈ ഗ്രൂപ്പിലെ സാധാരണക്കാരായ നിക്ഷേപകർ ഒന്നിച്ചു ചേർന്ന് ഗെയിംസ്റ്റോപ്പ് എന്ന കമ്പനിയുടെ ഓഹരികൾ വൻതോതിൽ വാങ്ങിക്കൂട്ടി. ഇത് ഓഹരി വിപണിയിലെ വലിയ ഹെഡ്ജ് ഫണ്ടുകൾക്ക് ശതകോടി കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാക്കി. ഇന്റർനെറ്റിലെ ഒരു കൂട്ടം സാധാരണക്കാർ വിചാരിച്ചാൽ വാൾസ്ട്രീറ്റ് പോലുള്ള വലിയ സാമ്പത്തിക വ്യവസ്ഥകളെ പോലും വിറപ്പിക്കാൻ കഴിയുമെന്ന് ഇത് തെളിയിച്ചു. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് റെഡിറ്റ്. ChatGPT, ഗൂഗിളിന്റെ ജെമിനായി തുടങ്ങിയ AI മോഡലുകൾ മനുഷ്യരെ പോലെ സംസാരിക്കാൻ പഠിക്കുന്നത് ഇന്റർനെറ്റിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ്. കഴിഞ്ഞ 20 വർഷമായി മനുഷ്യർ ചോദിച്ച ചോദ്യങ്ങളും അവയ്ക്ക് നൽകിയ കൃത്യമായ ഉത്തരങ്ങളും റെഡിറ്റിലുണ്ട്. വളരെ സ്വാഭാവികമായ ഈ മനുഷ്യ സംഭാഷണങ്ങൾ AI മോഡലുകളെ പരിശീലിപ്പിക്കാൻ ഏറ്റവും മികച്ചതാണ്. അതിനാൽ AI കമ്പനികൾക്ക് ഈ വിവരങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകുന്നതിലൂടെ റെഡിറ്റ് പുതിയൊരു വരുമാന മാർഗം തുറന്നു. തങ്ങളുടെ ഡാറ്റ ഉപയോഗിക്കുന്നതിനായി ഗൂഗിൾ, OpenAI തുടങ്ങിയ വമ്പൻ കമ്പനികളുമായി റെഡിറ്റ് കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളിൽ ഒപ്പുവെച്ചു. 2023 റെഡിറ്റ് തങ്ങളുടെ API നിയമങ്ങൾ മാറ്റുകയും ഡാറ്റ സൗജന്യമായി ഉപയോഗിക്കുന്നത് തടയുകയും ചെയ്തു. ഇത് ചില പ്രതിഷേധങ്ങൾക്ക് കാരണമായെങ്കിലും കമ്പനിയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഇത് അനിവാര്യമായിരുന്നു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2024 മാർച്ചിൽ റെഡിറ്റ് ചരിത്രപരമായ ഒരു ചുവടുവെപ്പ് നടത്തി. അമേരിക്കൻ ഓഹരി വിപണിയായ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവർ പബ്ലിക് IPO നടത്തി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ പ്ലാറ്റ്ഫോം വളർത്താൻ സഹായിച്ച ഉപയോക്താക്കൾക്കും മോഡറേറ്റർമാർക്കും IPO വിലയിൽ തന്നെ ഓഹരികൾ വാങ്ങാനുള്ള പ്രത്യേക അവസരം റെഡിറ്റ് നൽകി എന്നതാണ്. ഇത് റെഡിറ്റിന് അതിന്റെ കമ്മ്യൂണിറ്റിയോടുള്ള പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത്. RDDT എന്ന പേരിലാണ് ഈ ഓഹരികൾ അറിയപ്പെടുന്നത്. ഈ നീക്കം വൻ വിജയമാവുകയും കമ്പനിയുടെ മൂല്യം ശതകോടികളായി ഉയരുകയും ചെയ്തു. ഇന്ന് ഇന്റർനെറ്റിലെ മിക്ക വിവരങ്ങളും സെർച്ച് എഞ്ചിനുകൾക്ക് വേണ്ടി കൃത്രിമമായി എഴുതപ്പെടുന്നവയോ AI ഉപയോഗിച്ച് നിർമ്മിക്കുന്നവയോ ആണ്. ഇതിനിടയിൽ യഥാർത്ഥ മനുഷ്യരുടെ അനുഭവങ്ങളും സത്യസന്ധമായ അഭിപ്രായങ്ങളും ലഭിക്കുന്ന ഏറ്റവും മികച്ച ഇടമായി റെഡിറ്റ് നിലകൊള്ളുന്നു. സ്വന്തമായി ഒരു അൽഗോരിതത്തിന്റെയോ വലിയ പരസ്യ ക്യാമ്പയിനുകളുടെയോ സഹായമില്ലാതെ കേവലം മനുഷ്യരുടെ പരസ്പര സഹകരണത്തിലൂടെ മാത്രം വളർന്നുവന്ന ചരിത്രമാണ് റെഡിറ്റിന്റേത്. ഒരു കോളേജ് മുറിയിൽ തുടങ്ങിയ ചെറിയൊരു വെബ്സൈറ്റിൽ നിന്നും പരാജയങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ കമ്മ്യൂണിറ്റിയായി റെഡിറ്റ് മാറിയത് അതിന്റെ ഉപയോക്താക്കളുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്റർനെറ്റ് എത്ര തന്നെ മാറിയാലും അവിടെ മനുഷ്യത്വത്തിന്റെ സ്പർശം നിലനിർത്താൻ റെഡിറ്റിന് ഇനിയും സാധിക്കുമെന്നതിൽ സംശയമില്ല.